കൊച്ചു കുട്ടികളുടെയൊക്കെ മുടി നരയ്ക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു സൂത്രം നിങ്ങൾ ചെയ്തു നോക്കണേ. അതുപോലെ തന്നെ മുടിക്ക് നല്ല നീളം വെക്കണോ, നല്ല കട്ടിയായിട്ട് തന്നെ വളർന്ന് കിട്ടാനോ ഒക്കെ പറ്റിയ അടിപൊളി ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് ഒരുപാട് നേരം നമുക്ക് ഇതിന് വേണ്ടി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കിടക്കാച്ച ഒരു സൂത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് നമ്മുടെ വീടുകളിലെല്ലാം കാണുന്നതാണ് നമ്മുടെ ഗ്രാമ്പു അല്ലേ. എല്ലാവരുടെ വീടുകളിൽ കാണും ഗ്രാമ്പു. ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് പോയി മേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മസാലക്കൂട്ടിൻ്റെ കൂടെ ഒക്കെ തന്നെയാണെങ്കിലും ഗ്രാമ്പു കിട്ടാറുണ്ട്. അതിൽ കുറച്ച് ഗ്രാമ്പു 5-10 ഗ്രാമ്പു എടുക്കുക. എന്നിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം, രാത്രിയിൽ വേണം ഇത് ചെയ്ത് വെക്കാൻ, രാവിലെയാണ് നമുക്കിത് എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ചെറു ചൂടുവെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചവെള്ളമാണെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് സോക്ക് ചെയ്തിട്ട് നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഇപ്പോൾ പച്ചവെള്ളം പോലെ അല്ലേ ഇരിക്കുന്നത്, ഇത് രാവിലെ ആകുമ്പോൾ നല്ലൊരു ബ്രൗൺ കളറിലെ വെള്ളം നമുക്ക് കിട്ടുന്നതായിരിക്കും. തേയില വെള്ളം കട്ടിക്കൊക്കെ വെച്ചിരിക്കുന്ന രീതിയിലുള്ള വെള്ളമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ചെറു ചൂട് നമുക്ക് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് വേണേൽ എടുക്കാം. പക്ഷേ ഇത് നമുക്ക് അടുപ്പൊന്നും കത്തിക്കാതെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഗ്രാമ്പുവിൻ്റെ ഗുണം നമ്മുടെ മുടിയെ നല്ല തഴച്ച് വളരാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ താരൻ പിന്നെ പോകാൻ, മുടിക്കായ പോകാൻ, മുടി പൊഴിച്ചിൽ മാറാൻ, സ്കാൽപ്പ് ക്ലീൻ ആകാൻ, അതുപോലെ നരച്ച മുടീനെ ഒരു ഇരുണ്ട നിറത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഗ്രാമ്പു. ഈ ഗ്രാമ്പുവിന് നല്ല ഔഷധ ഗുണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഗ്രാമ്പു പിറ്റേ ദിവസം രാവിലെ ഒന്ന് എടുത്ത് നോക്കിയാൽ കണ്ടില്ലേ, ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ രാവിലെ കുളിക്കുന്നതിന് മുമ്പ് വേണം നിങ്ങളിത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ രാത്രിയിലാണെങ്കിലും തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കഴുകി കളയാനാണ്. നിങ്ങൾക്ക് എത്ര നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും അത് അത്രയും നേരം വെക്കുക. പിന്നെ ജലദോഷം, പനി അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഒരു 10-20 മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാകും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ടൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മുടെ ഗ്ലിസറിന് 2 തുള്ളി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലിസറിന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എൻ്റെ മകൻ്റെ മുടിയിൽ അലിമുടിയിലാണ് ഇത് ഞാൻ ചെയ്ത് കേട്ടോ. ഒട്ടും മുടിയിലായിരുന്നു, ഇപ്പോൾ നല്ലപോലെ ഒന്ന് കിളുത്ത് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല താരനായിട്ട് കുട്ടിയുടെ മുടിയെല്ലാം പോകുമായിരുന്നു, നല്ലപോലെ ഉരി പോകുന്നുണ്ടായിരുന്നു. അതുപോലെ കട്ടയ്ക്കിരിക്കുകയായിരുന്നു താരന് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ 2 ദിവസം വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 പ്രാവശ്യം ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. നിങ്ങളുടെ കയ്യിൽ പിന്നെ സ്പോഞ്ചോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയിലോ ഒന്ന് മുക്കുക, അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം സ്പ്രേ ചെയ്തിട്ട് 2 കൈ കണ്ട് ജസ്റ്റ് പതുക്കെ മസാല ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുളിക്കുമ്പോഴത്തേക്ക് സാധാ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ നിങ്ങളിത് യാതൊരു സ്മെല്ല് വ്യത്യാസം ഒന്നുമില്ല. നല്ലൊരു മണമാണ് കേട്ടോ. അല്ലാതെ ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലൊന്നും സ്മെല്ലില്ല, നല്ലൊരു മണമാണ്, മുടിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ മുടിയൊക്കെ കുറവുള്ള കുട്ടികൾ, മുടി പൊഴിഞ്ഞു പോകുന്ന കുട്ടികൾക്കൊക്കെയാണ് മുടി നല്ലപോലെ നീളം വെക്കാനും കട്ടിക്ക് തന്നെ വളരാനും സഹായിക്കുന്നതാണ് ഈ ഒരു സൊല്യൂഷന്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനെന്ന കുട്ടിയുടെ തലയിലേക്ക് ആ തുണി കൊണ്ട് തന്നെ എല്ലാം സ്കാൽപ്പിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് പതുക്കെ കൈ കൊണ്ട് ഇങ്ങനെ കോതി ആൺകുട്ടിയാണ് കോതി ഞാൻ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താരനൊക്കെ പോയി നല്ലപോലെ തന്നെ മുടി കിളുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാം ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ഒരുപാട് നേരം റെസ്റ്റ് എടുത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. ഇപ്പോൾ കണ്ട് ഇത് ബാക്കി വന്ന വെള്ളം ഞാൻ എൻ്റെ തലയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കയ്യിലൊന്ന് മുക്കിയതിന് ശേഷം ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതൊക്കെ ഒന്ന് എല്ലാവരും കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ. പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് ഈ ഒരു സൊല്യൂഷൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ, ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.